ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖാണ് എല്ലാവർക്കും. ഞാൻ ഷമീറ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ട സമയത്ത് എപ്പോഴും ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും സാധിക്കാറില്ല. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി. ഞാൻ ഇന്നലെ ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ കണ്ടു. വിലക്കാണ് മേടിച്ചതമ്മ. മൂത്ത മോളെ പ്രസന്ന മേടിച്ചതാണോ ഞങ്ങള് പ്രസവിച്ചതാണോ? ഇതുകൊണ്ടൊന്നുമില്ല. പിന്നെ പരിസരവാസികൾ നമുക്ക് എന്തെങ്കിലും തരും. അമ്മേനെ നോക്കാൻ ഒറ്റയ്ക്ക് പറ്റൂല എന്ന് അയലൊക്കെക്കാരെ വിളിക്കാനും പറ്റൂല. അവരെ ആവശ്യങ്ങൾക്ക് പോകും. മറ്റുള്ള മക്കളും കൂടെ വന്ന് സഹായിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ ഒരു കുറച്ച് ദിവസമെങ്കിലും രാവിലെ വന്നിട്ട് വൈകിട്ട് അവർക്ക് പോവാമല്ലോ. ഇത് മാത്രമേ പറയുന്നുള്ളൂ. അമ്മയുടെ ആഗ്രഹം ഇവിടെ കിടന്ന് മരിക്കണം എന്നാണ്. ആ ആഗ്രഹത്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നോക്ക് നല്ല രീതിയിൽ വീണത് എപ്പോഴും എൻ്റെ കണ്ണെത്തൂലല്ലേ. അപ്പം അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരുക്ക വീണ് മെഡിക്കൽ കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ ആക്കുമ്പോൾ വീണ്ടും വീണ്. അങ്ങനെയാണ് ഇവിടെ പൊട്ടിയത്. കണ്ട ഇവിടെ പൊട്ടി. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് വിഷമം വരുന്നത്. മക്കളിൽ ആരെങ്കിലും വല്ലപ്പോഴും വന്ന് നോക്കണ്ടേ? പകല് നിന്നിട്ട് നിങ്ങൾ വൈകിട്ട് പോ. ഈ 3 പെൺമക്കളുള്ളതിൽ ആരെങ്കിലും ഒരാള് വാ. അത് 70 വയസ്സായാലും നമ്മൾ 80 വയസ്സായാലും. ഇങ്ങനെ ഇപ്പൊ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ വക കാര്യങ്ങളൊന്നും ഇല്ലേ? ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ അമ്മയെ വിടൂല, അവരും പോകൂല. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോ എന്തിനാണ്? എനിക്ക് ജോലിക്ക് പോണോന്നും പറഞ്ഞ് എൻ്റെ അമ്മ അങ്ങനെ കളയാൻ പറ്റൂ? ഏകദേശം 80 വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയാണ്. പ്രായാധിക്യം കൊണ്ട് തന്നെ അമ്മക്ക് അതിൻ്റെതായ അവശതകളൊക്കെ ഉണ്ട്. മലമൂത്ര വിസർജനം മറ്റൊരാളെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത ഒരമ്മയാണ്. അപ്പൊ അമ്മന്റെ കൂടെ ഉള്ളത് അമ്മന്റെ 3ാമത്തെ മകളാണ്. മകള് കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞു. മകൾക്ക് വിവാഹിതയല്ല, ഭർത്താവില്ല, മക്കളില്ല. അമ്മന്റെ കൂടെ ഉള്ളത് ആ മകളാണ്. ഇതുവരെ അമ്മയെ സംരക്ഷിച്ചതും അമ്മയുടെ കൂടെ നിന്നതല്ല ഈ മകളായിരുന്നു. അവർക്കതിലൊരു പരിഭവവും പരാതിയും വിഷമങ്ങളും ഒന്നുമില്ല. അമ്മനെ നോക്കേണ്ടി വരുന്നതിൽ ഒരു പരാതിയും പരിഭവങ്ങളും അവർക്കില്ല. പക്ഷെ ഇപ്പൊ അമ്മ എന്താ വെച്ചാൽ അമ്മനെ ഒരാളെ സഹായം ഇല്ലാതെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ അവർ ആവശ്യപ്പെടുന്നത് വെച്ചാൽ 2 പെൺമക്കളും കൂടി അവർക്കുണ്ട്. ആ മക്കള് 2ആളും ഈ അമ്മനെ തിരിഞ്ഞു നോക്കുന്നില്ല. അതായത് ഒരാൾ പറയുന്നത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ ഞാൻ നോക്കാം. അപ്പൊ അമ്മ പറയുന്ന മറുപടി ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പൊ ഞാനും ആദ്യം വിചാരിച്ചു ഈ അമ്മക്ക് അങ്ങോട്ട് പോയിക്കൂടെ എന്ന്, ഈ ചേച്ചിക്കൊന്നൊരു ആശ്വാസമാവുമല്ലോ. അപ്പോൾ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ആകെ 2 റൂമുള്ളൂ. അപ്പൊ ഒരു റൂമിൽ മക്കളും ഒരു റൂമിൽ ഭാര്യയും ഭർത്താവും കിടക്കുന്നുണ്ടാവും. പിന്നെ എൻ്റെ മലവും മൂത്രവും എടുക്കുന്ന സമയത്ത് അവരെന്നെ കൊല്ലൂ എന്ന് പറയുമ്പം അവരതിൽ ആ മലവും മൂത്രം എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രയാസം അവർക്ക് ഉണ്ടാവാം. അതിന് അമ്മയെ എന്തെങ്കിലും ചീത്ത പറയേ അല്ലെങ്കിൽ അമ്മനോട് എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിക്കേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അമ്മക്ക് അങ്ങനെ ഒരു ഫീല് വരാം. ഞാൻ വിചാരിക്കാനുണ്ട് അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അമ്മ അങ്ങോട്ട് പോകാൻ മടി കാണിക്കണത്. പിന്നെ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മളെ വീടിനോട് വല്ലാത്തൊരു സ്നേഹം അല്ലേ. നമ്മളൊക്കെ സ്വന്തം വീടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ പോയാലും എത്ര വലിയ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലെത്തുമ്പോഴാണ് വല്ലാത്തൊരു ആശ്വാസം, ഒരു സമാധാനം ഫീൽ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? എത്ര നല്ല ലോകത്തിലെ എത്ര മഹനീയമായ അല്ലെങ്കിൽ എത്ര സുന്ദരമായ സ്ഥലം സന്ദർശിച്ചു കഴിയുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യണത് നമ്മളെ കട്ടിലായിരിക്കും, നമ്മളെ വീട്ടിലായിരിക്കും, നമ്മളെ അടുക്കളയായിരിക്കും. നമുക്ക് ഏറ്റവും നല്ല രുചികരമായി ഫുഡ് കഴിക്കാൻ പറ്റില്ല, മനസ്സമാധാനത്തോടു കൂടി ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരിടം നമ്മളെ അടുക്കളയായിരിക്കും. അപ്പോൾ ഇത് ഇനി അമ്മേൻ്റെ മാത്രം കുറ്റമല്ല. പൊതുവെ എല്ലാ ഉമ്മമാരും എല്ലാ വീട്ടിലും ഉണ്ടാവും തറവാടിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഉമ്മയോ ഉപ്പയോ. പലപ്പോഴും നമുക്ക് അതിനോടൊരു അനിഷ്ടമൊക്കെ തോന്നും. കാരണം നമ്മളെ തിരക്കുകളും നമ്മളെ യാത്രകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ അവരെ ഈ ആവശ്യം നമ്മൾക്ക് വലുതായി തോന്നൂല. പക്ഷെ ഓരോരുത്തർക്കും അവർ വളർന്ന വീട്, അവർ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്, അല്ലെങ്കിൽ അവർ ആദ്യമായി സ്വന്തമാക്കിയ വീട്, നമ്മളെ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് സന്തോഷവും സങ്കടവും പങ്കിട്ട വീട്, അതിനോട് വല്ലാത്തൊരു മാനസികമായൊരു അടുപ്പുണ്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല? എനിക്ക് എൻ്റെ വീടിനോട്, ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പം നമ്മളെ വീടായിട്ട് നമ്മളെ ഉമ്മൻ്റെ അടുത്ത്, നമ്മളെ സഹോദരങ്ങളുടെ അടുത്ത്, നാത്തുമാരുടെ അടുത്ത് പോയിരിക്കുമ്പോഴായിരിക്കും നമ്മളെ വല്ലാതെ റിലാക്സ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് അവിടെയൊക്കെ പോയാലും അവിടെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, നമ്മളതായ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് വളരെ വലുതാണ്. അത് അമ്മക്കായാലും ഉണ്ടാവും. അപ്പൊ അമ്മ ആഗ്രഹിക്കണം ഞാൻ
ജീവിച്ച, എൻ്റെ മക്കളെ വളർത്തിയ, എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ച ഈ വീട്ടിൽ വെച്ച് മരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. നമുക്കൊരു കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ആ മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പം, പ്രത്യേകിച്ചും രോഗശയ്യയിലായി കിടക്കുന്ന ഒരാൾ വേറൊരു വീട്ടിൽ ചെല്ലുമ്പം നമ്മളെ മൂത്രം, മലം, ഇതിൻ്റെ സ്മെല്ല് അവിടുത്തെ കുട്ടികളെ, ആളുകളെ, അവർ റിലേറ്റീവ്സിനെ ബുദ്ധിമുട്ടാക്കുമോ എന്നുള്ള ഒരു ചിന്ത കൂടി വയസ്സായവർക്ക് ബുദ്ധി ഉണ്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടല്ലോ അവർക്ക്. പിന്നെ മൂത്ത മകളാണ്. മൂത്ത മകള് ഒരു ദിവസം വന്നു, 2 നേരം മല എടുത്തപ്പോഴത്തേന് മൂത്തോൾക്ക് മതിയായി. ഓള് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വിളിക്കേ വേണ്ട, ഞാൻ ഈ പരിപാടിക്കേ വരൂല. എന്നിട്ട് ഇവർ പറയുന്ന കാരണം എന്താ വെച്ചാൽ, മറ്റു മക്കളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാത്തത് ഈ 3.5 സെന്റ് സ്ഥലം ആണുള്ളത്. അത് അമ്മക്ക് 3 മക്കൾ കൂടി അവകാശപ്പെട്ടതാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മകൾ അതിൽ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, സർക്കാരിന് കൊടുത്തോട്ടെ, അനാഥാലയത്തിന് കൊടുത്തോട്ടെ, അമ്മനെ ഞാൻ നോക്കിക്കോളാം, പക്ഷെ നിങ്ങൾ ആഴ്ചയിൽ 1, 2, 3 ദിവസം അമ്മൻ്റെ അടുത്ത് വന്നിരുന്നാൽ മതി. അമ്മൻ്റെ മലവും മൂത്രമൊക്കെ ഈ മകൾ സന്തോഷത്തോടെ എടുക്കുന്നുണ്ട്. അത് അമ്മ പറയുന്നുണ്ട്, നിന്റെ മലവും മൂത്രമൊക്കെ എടുക്കുന്നത് ഈ മകളാണ്, ഇവള് പോലെ ആരും ചെയ്യണില്ല. പക്ഷേ അമ്മ കട്ടിന്ന് താഴെ വീഴോ, ബാത്റൂമിൽ പോകുമ്പോൾ ഒന്ന് കൈ പിടിക്കാനോ, അല്ലെങ്കിൽ അമ്മക്കൊരു നേരത്തെ ചോറ് വാരി കൊടുക്കാനോ, ഉടുത്തിരിക്കുന്ന ഡ്രസ്സൊന്ന് മാറ്റി കൊടുക്കാനോ ഒക്കെ മറ്റൊരാളും കൂടി സഹായത്തിനുണ്ടാകുമ്പോൾ ഇപ്പം അയൽവാസികൾ വന്ന് അവരെ സഹായിക്കുന്നു. എത്ര കാലം അയൽവാസികൾ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ എന്തായാലും സഹായിക്കും. പക്ഷെ അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടാവില്ലേ, അവരുടേതായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടല്ലേ അവർക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പൊ പെറ്റു വളർത്തിയ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ലല്ലോ ഈ മോളെ. അപ്പം അമ്മ പറയാം, അല്ല, ഞാൻ പെറ്റിട്ടതാണ്. ആ അമ്മൻ്റെ വേദന അറിയേണ്ട നമ്മളും പ്രസവിച്ചവരല്ലേ, നമ്മളും എത്ര പ്രതീക്ഷയിലാണ് നമ്മളെ മക്കളെ വളർത്തുന്നത്. നമ്മളെന്താണ് നമ്മളെ മക്കൾക്ക് പാഠം? നമ്മളെ പ്രായമുള്ളവരെ ബഹുമാനിക്കാതിരിക്കാനാണോ, അവരെ നമ്മൾ നോക്കാതിരിക്കാനാണോ? എന്താണ് നമ്മളെ മക്കൾ പഠിക്കേണ്ടത്? നമ്മൾ മക്കൾക്ക് ഉയർന്ന ജോലിയും ഉയർന്ന മാർക്കും ഉയർന്ന പൊസിഷനിലൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് അവർ താഴത്തെ കൂടി നോക്കാൻ കൂടി നമ്മളെ മക്കളെ പഠിപ്പിക്കുക. നമ്മളെ മക്കളെ കൂടി നമ്മളെ അമ്മമാരെ ശുശ്രൂഷിക്കാൻ, നമ്മളെ ശുശ്രൂഷിക്കാൻ, നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ നമ്മളവരെ കൂടെ പിടിക്കുക, ചേർത്ത് പിടിക്കുക. അല്ലാതെ നാളെ നമ്മളും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരല്ലേ. നമ്മൾ പണ്ടുള്ളവർ പറയും, പഴുത്തിൽ വീഴുന്നുണ്ട് പച്ചില ചിരിക്കേണ്ട, നാളെ നീയും പഴുക്കും. അതേ അവസ്ഥ നമുക്കും വരാനുള്ളത് തന്നെയാണ്. നമ്മളെ മക്കളല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ നോക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യണ്ടേ? അപ്പൊ ആ 2 മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആഴ്ചയിൽ 2 മാറി 2 ദിവസം കൂടുമ്പോൾ 1 ദിവസം വന്നാൽ ഈ ചേച്ചിക്ക് സമാധാനത്തോടൊന്ന് ഉറങ്ങാം, ഇത്തിരി നേരം ബാത്റൂമിൽ പോവാം, ഫുഡ് കഴിക്കുക, പുറത്തെന്തെങ്കിലും മാർക്കറ്റിൽ പോകേണ്ട ആവശ്യങ്ങളിൽ അവർക്ക് പോയി വരാം, ഇടയ്ക്കൊരു തൊഴിലുറപ്പിന്റെ പണിക്ക് പോവാം. അവർക്ക് പണിക്ക് പോയാൽ വല്ലതും തിന്നണ്ടേ? അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള വകങ്ങൾ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അമ്മനെ സഹായിക്കാൻ, അവരെ സഹായിക്കാൻ ഒരാളെ വെച്ചു കൊടുക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കൂലെങ്കിൽ നമ്മൾ അമ്മ പ്രസവിച്ച മക്കൾ തന്നെയല്ലേ, അവർക്ക് മാത്രമാണ് അവരോട് ഉത്തരവാദിത്തമുള്ളത്. അപ്പം ഞാൻ അതിനോടനുബന്ധമായിട്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞ കഥ കൂടി ഇവിടെ പറയുകയാണ്. അവള് പിന്നെ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. അവർ 5 പെൺമക്കളും 3 ആൺമക്കളെയും പ്രസവിച്ച അമ്മയാണ്. അവളാണ് തറവാട്ടിലുള്ളത്, അമ്മായിയമ്മേൻ്റെ അടുത്ത് അവളാണുള്ളത്. അവൾ പറയാം, അമ്മനെ ഞാൻ നോക്കും, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയിട്ട് 4 മാസമായിത്താ. എൻ്റെ അമ്മ എപ്പോഴെങ്കിലും ഒന്ന് ഓടി വരും എനിക്ക് കാണാൻ വേണ്ടി. ഞാൻ എൻ്റെ അച്ഛനും അമ്മക്കും ഒരു പെൺകുട്ടിയുള്ളൂ, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മനെയും കാണാൻ പോകാനുള്ള സാഹചര്യം എനിക്കില്ല. ഞാൻ പോവുകയാണെങ്കിൽ തന്നെ ശനിയാഴ്ച വൈകുന്നേരം പോവും, ഞായറാഴ്ച രാവിലെ ഇവിടെ എത്തണം, അമ്മനെ കുളിപ്പിക്കണം, അമ്മക്ക് ഫുഡ് കൊടുക്കണം, രാത്രി ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. ഇവർക്ക് 5 പെൺകുട്ടികളുണ്ട്, 3 ആൺകുട്ടികളുള്ളത്, 2 മരുമക്കളും, മൂത്ത 2 മരുമക്കളുണ്ട്. ഇവരും തിരിഞ്ഞു നോക്കൂല, ഈ 5 പെൺകുട്ടികളും തിരിഞ്ഞു നോക്കൂല. ഒരു ഏട്ടൻ്റെ ഭാര്യ ഇവള് ജോലിക്ക് പോയാൽ അവരെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഇവിടെ വന്നിരിക്കും. അതന്നെ വലിയൊരു ആശ്വാസം എന്നാണ് അവൾ പറയുന്നത്. ബാക്കി 5 പെൺകുട്ടികളോട് അവരോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാൻ എന്താ, അവർ ഒന്നിച്ച് 5 ആളും വരും, മക്കളെയും കൊണ്ടുവരും, പേരക്കുട്ടികളെയും കൊണ്ടുവരും, ഇവിടെ വന്ന് ബിരിയാണി കഴിക്കും, അവർ തിരിച്ചു പോകും. അപ്പോൾ അവൾ പറയാം, അവർ വരുന്നേക്കാളും നല്ലത് അവർ വരാതിരിക്കുകയാണ് എനിക്ക് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വന്ന പണിയും ആ ചെലവും പിറ്റേ ദിവസത്തെ പണിയും എല്ലാം എനിക്കാവുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ ദിവസങ്ങളിൽ എനിക്ക് കിടക്കാനേ കഴിയൂല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കുറേ പെൺകുട്ടികളുണ്ട്. നമ്മളെ ഉമ്മൻ്റെ ഉത്തരവാദിത്തം നമ്മളവിടുത്തെ ആങ്ങളമാരെ ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ്, അത് നമുക്ക് ഉള്ളതല്ല എന്നുള്ള ചിന്തയുള്ള കുറേ പെൺകുട്ടികളുണ്ട്.
നമ്മളെ അമ്മമാരുടെ ഉത്തരവാദിത്വം നമുക്കും കൂടി ഉള്ളതാണ്. നമ്മളെ കൂടെ നിന്ന് മരുമക്കളും അവർ നോക്കട്ടെ. അപ്പോൾ അവർക്ക് ഇവൾക്കാണെങ്കിൽ ചെറിയ വരുമാനമാണുള്ള ഭർത്താവിനുള്ളൂ, ഇവളും കൂടെ ജോലിക്ക് പോയിട്ടാണ് 2 മക്കളെ പഠിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ പല സാഹചര്യങ്ങൾക്കും നമ്മൾ അതിനോടനുബന്ധിച്ച് നമ്മളെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് നമ്മൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ മക്കളാണ്, അല്ലെങ്കിൽ നാത്തുമാരാണ്, മരുമക്കളാണെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പലപ്പോഴും ശരിയാണ്, നമുക്ക് എന്താ പറയുക, നമ്മളെ വീട്ടിൽ നിന്ന് ഓടി മറ്റൊരു വീട്ടിലേക്ക് വന്ന് അവിടുത്തെ പണികളെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒന്നും പറയണ ചെറിയ സംഗതിയില്ല. പക്ഷേ 2 ദിവസം കൂടുമ്പോൾ 1 ദിവസം സ്വന്തം അമ്മനെ പരിചരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ ഇരുന്നാൽ എൻ്റെ നാത്തൂന് പോകേണ്ട സ്ഥലത്തൊക്കെ പോവാലോ, അല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ, ആഴ്ചയിൽ 1-2 ദിവസം എനിക്കതിനെ ചിലവഴിക്കാലോ എന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? സമൂഹം മാറി ചിന്തിക്കേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു. മനുഷ്യർ ഇത്രമാത്രം സ്വാർത്ഥരായിപ്പോയി. എല്ലാവരും വിചാരിക്കണം ഞാനെന്നും ഇങ്ങനെ ഉണ്ടാവും, ഞാൻ പത്തരമാറ്റോട് കൂടി ജീവിക്കും, എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ വയസ്സാവൂല, എൻ്റെ പല്ലൊന്നും പോവില്ല, ഞാൻ കിടപ്പിലാവൂല, ഞാൻ ഇതേപോലെ അങ്ങോട്ട് സമാധിയാവും എന്ന് വിചാരിച്ചിരിക്കണ കുറേ ആളുകളുണ്ട്. അതുപോലെ സർക്കാർ സംരക്ഷണയിലേക്ക് വിട്ടുകൊടുത്തൂടെ? അപ്പോൾ അവർ പറയണ്ടേ എൻ്റെ അമ്മനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കൂല, കാരണം എൻ്റെ അമ്മനെ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവരുടെ ഉള്ളിൽ. അപ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി, അമ്മനെ അവർ നോക്കിക്കോളും, അവരെ മലവും മൂത്രമൊക്കെ അവർ എടുത്തോളും. പക്ഷേ ആ അമ്മ ഒന്ന് വീണിട്ട് ഇവിടെയൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് അമ്മൻ്റെ. അപ്പോൾ ആ അമ്മ ഒന്ന് വീഴാതെ നോക്കാൻ, അവർക്കൊന്ന് സ്വസ്ഥമായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യാൻ ആഴ്ചയിൽ 2-3 ദിവസം മറ്റു മക്കളും കൂടി ചിലവഴിക്കുകയാണെങ്കിൽ ആ അമ്മക്ക് ഇനിയിപ്പോൾ എത്ര കാലം ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞൂടാ. ഒരു സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി അവർക്ക് ഈ ജീവിതത്തിൽ നിന്ന് മരണം വരെ ജീവിക്കാമല്ലോ. അപ്പോൾ എല്ലാ മക്കളും ഹൃദയത്തിൽ നന്മയും അമ്മമാരെ ചേർത്ത്, മരുമക്കളായാലും ആണായാലും പെണ്ണായാലും സ്വന്തം അമ്മനും അച്ഛനും ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയമുള്ളവരായിട്ട് വളരെ ജീവിക്കുക. നമ്മളെ മക്കളാ ഒരു എന്താ പറയുക, നമ്മൾ മക്കളെ ഫുൾ A+ ഇട്ടാനും ഉയർന്ന ജോലി ഇട്ടാനും ജീവിതത്തിലെ മെച്ചപ്പെട്ട അവസ്ഥകളെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ കൂടി കടന്നു വരാണ്ട് നമ്മളെ പേരൻസിനെ കെയർ ചെയ്യാനും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ അടുത്ത് പോവാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കുക. LKG മുതൽ ട്രെയിൻ ചെയ്യുന്നത് IAS ഓഫീസർ ആവാനും ഡോക്ടർ ആവാനും എൻജിനീയർ ആവാനും ഒക്കെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടേ നിൽക്കുന്നത്. നമ്മളെ മക്കളെ നമ്മൾ മനുഷ്യന്മാരാവാൻ പഠിപ്പിക്കണില്ല. നമ്മൾ ഇന്നത്തെ തലമുറയെങ്കിലും മക്കളെ മനുഷ്യത്വം പഠിപ്പിക്കുക, മനുഷ്യന്മാരാവാൻ പഠിപ്പിക്കുക. അതിന് ശേഷം മതി A+ഉം. നമുക്ക് എന്തിനാ കുട്ടി A+ഉം ഇതൊക്കെ വാങ്ങി കുട്ടി ജോലി നേടി കുട്ടി വല്ല മയക്കുമരുന്നതിന് അഡിക്റ്റായി നമ്മളെ വെട്ടിക്കൊല്ലുന്നൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുക. നമ്മളെ മാതാപിതാക്കളെ സ്നേഹിക്കുക, പരിചരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ മക്കളെയും ചേർത്ത് പിടിക്കുക, നമ്മളെ മാതാപിതാക്കളെയും ചേർത്ത് പിടിക്കുക. നമ്മളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകാണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ